بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർക്കാം. 6 ചോദ്യങ്ങളുണ്ട്. അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോദ്യങ്ങളൊക്കെ വായിച്ച് ഓപ്ഷൻസുകളൊക്കെ ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി ഏറ്റവും ഷൂട്ടാകുന്നത് ഏതാണോ അതവിടെ എഴുതി കൊടുത്താൽ മതി. നമുക്ക് ഓപ്ഷൻസുകളൊന്ന് നോക്കാം. വാഹിദത്തുൻ, ദജാജാത്തിൻ, വാഹിദുൻ, ഇഷ്റൂന കിതാബൻ, ഇസ്നാഅശറ ഷഹറൻ, ഇസ്നത്താനി. ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ. ഇവിടെ പ്രധാനമായും അതത് മഅദൂദുകളെ കുറിച്ചും കണ്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 1, 2, 3 ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ 1, 2 എന്നീ എണ്ണങ്ങളാണെങ്കിൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുദക്കറാവും. അതേപോലെ മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുഅന്നസാവും. പിന്നെ അതിൻ്റെ അപ്പുറം അഥവാ 3 മുതൽ അങ്ങോട്ട് മേപ്പെട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് വരിക. മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുഅന്നസാവും, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുദക്കറാവും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തത് സാഅത്തുൻ ഡാഷ്. അപ്പോൾ ഏതാ അതിനോട് യോജിക്കുക? സാഅത്ത് എന്ന് പറഞ്ഞാൽ വാച്ച്. ഇത് മഅദൂദ് മുഅന്നസാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ അവിടെ വാഹിദത്തുൻ എന്നുണ്ട്. സാഅത്തുൻ വാഹിദത്തുൻ. നമ്മൾ 1, 2 എന്നുള്ളതിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുഅന്നസ് ആവണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വാഹിദ തുൻ എന്ന് കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം എന്താ? ഖലമുൻ ഡാഷ്. അതിനോട് യോജിക്കുന്നത് ഏതാ? ഖലമുൻ എന്നുള്ള ഈ മഅദൂദ് മുദക്കറാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു മുദക്കറായ എണ്ണം നോക്കിയാൽ നമുക്കറിയാം വാഹിദുൻ എന്നവിടെ ഉണ്ട്. അപ്പോൾ ഖലമുൻ വാഹിദുൻ. ഇവിടെ മഅദൂദ് മുദക്കറായതുകൊണ്ട് അതത് മുദക്കറാവണം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? സമാനു ഡാഷ്. സമാനു പറഞ്ഞാൽ 8 അപ്പോൾ 8ൻ്റെ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് നിയമമാണ്. ഇവിടെ സമാനു എന്നുള്ള അതത് മുദക്കറാണ്. അപ്പോൾ അത് മഅദൂദ് മുഅന്നസ് ആവണം. മഅദൂദ് മുഅന്നസായ എന്താണ് ഇതിലുള്ളത്? ഇങ്ങനെ വായിച്ചു നോക്കുക. രണ്ടാമത്തത് ദജാജാത്തിൻ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. സമാനു ദജാജാത്തിൻ. പിന്നെ നാലാമത്തെ ചോദ്യം അസ്സനത്തു. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണെന്നുള്ളത് നമുക്കറിയാലോ. 12 മാസമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസിൽ അതാ ഇസ്നാഅശറ ഷഹ്റൻ. അപ്പോൾ അവിടെ കൊടുക്കുക ഇസ്നാഅശറ ഷഹ്റൻ. അഞ്ചാമത്തത് ഇൻദ അബി, എൻ്റെ ഉപ്പയുടെ അടുത്തുണ്ട്. എന്തുണ്ട്? ഇഷ്റൂന കിതാബൻ എന്നത് ഓപ്ഷൻസിൽ അതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. 20 കിതാബുണ്ട്. ഇഷ്റൂന കിതാബൻ. ആറാമത്തെ ചോദ്യം ബിൻതാനി, 2 പെൺകുട്ടികൾ. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ്? ഇത് 2 ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുദക്കറാവണം, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുഅന്നസാവണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബിൻതാനി എന്നുള്ള മഅദൂദ് ഇവിടെ മുഅന്നസാണ്. അതുപോലെ മുഅന്നസായ 2 ആയതുകൊണ്ട് അതുപോലെ മുഅന്നസായത് ഏതാണ് ഇവിടെ ഉള്ളത്? ഇസ്നത്താനി എന്നവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ആൻസർ ഇസ്നത്താനി. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1 സാഅത്തുൻ, അതിനോട് യോജിക്കുന്നത് വാഹിദത്തുൻ. 2 ഖലമുൻ, അതിനോട് യോജിക്കുന്നത് വാഹിദുൻ. 3 സമാനു, അതിനോട് യോജിക്കുന്നത് ദജാജാത്തിൻ. 4 അസ്സനത്തു, അതിനോട് യോജിക്കുന്നത് ഇസ്നാഅശറ ഷഹ്റൻ. അഞ്ചാമത്തത് ഇൻദ അബി, അതിനോട് യോജിക്കുന്നത് ഇഷ്റൂന കിതാബൻ. ആറാമത്തത് ബിൻതാനി, അതിനോട് യോജിക്കുന്നത് ഇസ്നത്താനി. രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയായി കൊടുക്കാനാണ്. ഇവിടെ മുഫ്രദ്, മുസന്ന, ജംഅ് എന്നീ കള്ളികളിലായിട്ട് കുറച്ച് ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഫ്രദ്, മുസന്ന, ജംഅ് നമ്മൾ സാധാരണ സർഫാക്കുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ, അതവിടെ കൊടുത്തിട്ടുണ്ട്. മുദക്കർ ഗായിബ്, മുഅന്നസ് ഗായിബ്, മുദക്കർ ഹാദിർ, മുഅന്നസ് ഹാദിറൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ലാ യക്ദിബു എന്നുള്ള മുഫ്രദ് മുദക്കർ ഗായിബ് അവിടെ ഉണ്ട്. ഇനി അതിൻ്റെ മുസന്ന അതിൻ്റെ ജംഉം ചേർക്കണം. ലാ യക്ദിബു, ലാ യക്ദിബാനി എന്നാണ് മുസന്ന. ജം എന്നാണ് ലാ യക്ദിബൂന. ഇനി അതിൻ്റെ മുഅന്നസ് മുഫ്രദ് മുഅന്നസ് ഗായിബ് ഏതാ? ലാ തക്ദിബു എന്നാണ്. ലാ തക്ദിബു. അതിൻ്റെ മുസന്ന ലാ തക്ദിബാനി. അതിൻ്റെ ജം അവിടെ ഉണ്ട്, ലാ യക്ദിബിന. ഇനി അടുത്തത് മുഫ്രദ് മുദക്കർ ഹാദിറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലാ യക്ദിബു എന്നതിൻ്റെ മുഫ്രദ് മുദക്കർ ഹാദിർ. അതിൻ്റെ ഏതാ വരിക? ലാ തക്ദിബു എന്നാണ് വരിക. ലാ തക്ദിബു. അതിൻ്റെ മുസന്ന ലാ തക്ദിബാനി. അതിൻ്റെ ജംഉ ലാ തക്ദിബൂന. ഇനിയോ അതിൻ്റെ തന്നെ മുഫ്രദ് മുഅന്നസ് ഹാദിർ എങ്ങനെ വരും? ലാ തക്ദിബീന.
അത് മാറരുത്. ലാ തക്ദിബീന അതിൻ്റെ മുസന്ന, ലാ തക്ദിബാനി അതിൻ്റെ ജം അവിടെ ഉണ്ട്, ലാ തക്ദിബിന. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് ചേർത്ത് കൊടുക്കാനുള്ളത്, സർഫാക്കാനുള്ളത്. ഉത്തരം ഒന്നും കൂടി നോക്കാം. ലാ യക്ദിബു, ലാ യക്ദിബാനി, ലാ യക്ദിബൂന, ലാ തക്ദിബു, ലാ തക്ദിബാനി, ലാ യക്ദിബ്ന, ലാ തക്ദിബു, ലാ തക്ദിബാനി, ലാ തക്ദിബൂന, ലാ തക്ദിബീന, ലാ തക്ദിബാനി, ലാ തക്ദിബ്ന. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുതമ്മിമു ബിൽ അംരിൽ ഗായിബി. അംറ് ഗായിബ് കൊണ്ട് പൂരിപ്പിക്കാനാണ്. എന്താണ്? 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം കുല്ലു താലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥികളും അവൻ്റെ പാഠം. അംറ് ഗായിബ് ആയതുകൊണ്ട് പഠിക്കട്ടെ എന്നുള്ള അർത്ഥം വരണം. നമ്മൾ ലാമ് ചേർത്ത് കൊടുത്തിട്ടുള്ളതൊക്കെ പഠിച്ചിരിക്കണമല്ലോ. എങ്ങനെ പറയും? പഠിക്കട്ടെ എന്നുള്ളതിന് പഠിക്കുക എന്നുള്ള ദർസ എന്നുള്ള പറയാം, പഠിച്ചു. അപ്പം ഇനി അവൻ പഠിക്കട്ടെ എന്ന അർത്ഥത്തിൽ എങ്ങനെ വരും? ലിയദുറുസ് എന്നല്ല വരിക, ലിയദുറുസ്. അംറ് ഗായിബ് ലിയദുറുസ് എന്നാണ് വരിക. ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തത് മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈരി. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം എന്നൊക്കെ അർത്ഥം വരുമ്പോൾ, ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്നൊക്കെ ഒരു അർത്ഥം വരുമല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു അംറ് ഹാലറാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണ് ആ അംറ് ഹാലർ? എങ്ങനെ വരും? ലി തക്കുൻ എന്നാണ്. അത് വാചകത്തിലാക്കുമ്പോൾ വൽ തക്കുൻ മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി എന്ന് വരിക. ഇനി മൂന്നാമത്തത് കുല്ലു ദാരിസിൻ ഫി വഖ്തിൽ ലഅബി. കളിക്കുന്ന സമയം എല്ലാ വിദ്യാർത്ഥികളും കളിക്കട്ടെ എന്നർത്ഥം വരുന്ന ഒരു അംറ് ഗായിബ് അവിടെ കൊടുക്കണം. ഏതാണ്? ലൈബാണ്, കളിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അംറ് ഗായിബ് എങ്ങനെ വരിക? ലിയൽ അബ് എന്നാ വരിക. ലിയൽ അബ് കുല്ലു ദാരിസിൻ ഫി വഖ്തിൽ ലഅബി. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1 ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു. 2 വൽതക്കുൻ മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി. 3 ലിയൽ അബ് കുല്ലു ദാരിസിൻ ഫി വഖ്തിൽ ലഅബി. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ അംറൽ ഹാദർ ലിൽ അഫ്ആലിൽ ആത്തിയ. ശേഷം വരുന്ന ഫീലുകളുടെ അംറ് ഹാദർ എഴുതാനാണ്. അംറ് ഗായിബ് ഉണ്ടാക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇനി ഇതിൽ അംറ് ഹാദറാണ് എഴുതേണ്ടത്. 1 സ്വാറ യസ്വീറു. സ്വാറ യസ്വീറു അതിൻ്റെ അംറ് ഹാദർ എങ്ങനെ വരും? സ്വിർ എന്നാണ് വരിക. സ്വിർ. അതെങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൽ കളയേണ്ട അക്ഷരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിൽ വരണേ. ഇനി രണ്ടാമത്തത് കതബ യക്തുബു. കതബ യക്തുബു അതിൻ്റെ അംറ് ഹാദർ എങ്ങനെ വരിക? ഉക്തുബ് എന്നാണ് വരിക. ഉക്തുബ്. ലിസാനായതുകൊണ്ട് ഫത്തഹ്, കസർ, ലൊമ്മ്, സുക്കൂന് എന്നിവയൊക്കെ മാറിയാൽ തെറ്റിയാൽ ആൻസറൊക്കെ തെറ്റും. അപ്പോൾ മാർക്കൊക്കെ പോവും. അതുകൊണ്ട് ഹർക്കത്തുകളൊക്കെ ഇടുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. മൂന്നാമത്തെ എന്താ? ബാലയബൂലു ബുൽ എന്നാണ് വരിക. ബാലയബൂലു ബുൽ അതാണ് അതിൻ്റെ അംറ് ഹാദർ. ഇനി നാലാമത്തത് റമാ യർമി. അതിൻ്റെ അംറ് ഹാദർ എങ്ങനെ വരും? ഇർമി എന്നാണ് വരിക. ലാസ്റ്റ് ഒഴിവാക്കണം, ഇർമി. പിന്നെ അഞ്ചാമത്തത് വല യലി. വല യലി എന്നുള്ളതിൽ അതിൻ്റെ അംറ് ഹാദർ എങ്ങനെ വരിക? ലി എന്നാണ് വരിക. ലി. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1 സ്വാറ യസ്വീറു സ്വിർ. 2 കതബ യക്തുബു ഉക്തുബ്. 3 ബാലയബൂലു ബുൽ. 4 റമാ യർമി ഇർമി. 5 വല യലി ലി. നമ്മളെങ്ങനെയൊക്കെയാണ് അംറ് ഹാദർ ആക്കുക, ഫീലുകളുടെ അംറ് ഹാദർ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് വിശദീകരിക്കാൻ നിന്നാൽ ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ, അതുകൊണ്ടാണ്. പിന്നെ 3 അക്ഷരങ്ങൾ സുലാസി മുജറദായ ഫീലുകളുടെ അംറ് ഹാദർ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇല്ലത്തിൻ്റെ അർഫുകളൊക്കെ വന്നാൽ അത് അംറ് ഹാദറിൽ ഏതൊക്കെ കളയും, അതിൻ്റെ സമയങ്ങളും രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇവിടെ ആൻസർ എഴുതാൻ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുഅരിബു അറബിയാക്കാനാണ്. ഒരു ചോദ്യമാണുള്ളത്. എൻ്റെ സഹോദര നീ ഒരിക്കലും കളവ് പറയരുത്. എൻ്റെ സഹോദര നീ ഒരിക്കലും കളവ് പറയരുത്. നമ്മൾ അതിങ്ങനെ വായിച്ചു നോക്കി അതിലോരോ വാക്കുകളൊക്കെ അറബി ആലോചിച്ച് നോക്കിയിട്ട് അത് സെൻറ്റൻസ് ആക്കിയാൽ മതി. സഹോദരൻ എന്നുള്ളതിന് അഹ് എന്ന് പറയും. അപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് വരുമ്പോൾ അഹീ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് യാ. അപ്പോൾ യാ അഹീ. ഇനി നീ ഒരിക്കലും കളവ് പറയരുത് എന്നാണ്. കളവ് പറയുക, കളവ് പറയരുത് എന്നുള്ളതിന് ലാ തക്ദിബു എന്നല്ല പറയാ, കദിബ്. ലാ തക്ദിബു ഒരിക്കലും എന്നുള്ളതിന് നമ്മൾ പഠിച്ചു അബദ എന്ന് കൊടുത്താൽ മതി. അപ്പം എങ്ങനെ വരും? യാ അഹീ ലാ തക്ദിബു അബദ എന്നാണ് അത് അറബിയാക്കുക. ഒന്നും കൂടി പറയുന്നു.
എൻ്റെ സഹോദര നീ ഒരിക്കലും കളവ് പറയരുത്. അതിൻ്റെ അറബി യ അഖീ ലാ തക്ദിബു അബദാ. ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ഒരു ചോദ്യം അവിടെ ഉള്ളൂ. ഒന്ന്, റആ യൂസുഫ് അലൈഹിസ്സലാം ഫിൽ മനാമി അഹദ അഷറ കൗകബ. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ്. അർത്ഥം എഴുതുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അറബി വാചകം ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അതിലോരോ വാക്കുകളെ അർത്ഥങ്ങൾ എടുത്തിട്ട് പിന്നെ അതൊരു ലാസ്റ്റ് അവസാന സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. റആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടു, യൂസുഫ് അലൈഹിസ്സലാം. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ടു എന്ന് അവിടെ ആയി. ഇനി ഫിൽ മനാമി, മനാമ പറഞ്ഞാൽ സ്വപ്നം. ഫിൽ മനാമി സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്ന് പറയാം. എന്താ കണ്ടത്? അഹദ അഷറ 11. അഹദ അഷറ 11. കൗകബ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അപ്പോൾ അതിങ്ങനെ സെൻറ്റൻസ് ആക്കിയാൽ നമുക്കറിയാം. എങ്ങനെ പറയാം? യൂസുഫ് അലൈഹിസ്സലാം 11 നക്ഷത്രങ്ങൾ സ്വപ്നം കണ്ടു. വളരെ സിമ്പിളായിട്ട് എഴുതാം. ഉത്തരം ഒന്നും കൂടി പറയുന്നു. റആ യൂസുഫ് അലൈഹിസ്സലാം ഫിൽ മനാമി അഹദ അഷറ കൗകബ. അതിൻ്റെ അർത്ഥം യൂസുഫ് അലൈഹിസ്സലാം 11 നക്ഷത്രങ്ങൾ സ്വപ്നം കണ്ടു. ഏഴാമത്തെ ഒരു ചോദ്യം നുജീബു, ഉത്തരം എഴുതാനാണ്. അൻ നഹിയു നൗആനി മാഹുമാ. നഹിയ് 2 വിധമാണ്. അത് ഏതൊക്കെ എന്നാണ് ചോദ്യം. നമുക്കറിയാം. ഒന്ന് നഹിയുൽ ഹാദിർ, മറ്റൊന്ന് 2 നഹിയുൽ ഗായിബ്. ഒന്ന് നഹിയുൽ ഹാദിർ, മറ്റൊന്ന് നഹിയുൽ ഗായിബ്. ഉത്തരങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറയാം. അൻ നഹിയു നൗആനി മാഹുമാ. നഹി 2 വിധമാണ്. ഏവ: ഒന്ന് നഹിയുൽ ഹാദിർ, 2 നഹിയുൽ ഗായിബ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.